ഉത്തരേന്ത്യയിൽ തോരാതെ മഴ ദുരിതം. ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, അസം എന്നീ സംസ്ഥാനങ്ങൾക്ക് പിന്നാലെ ഇപ്പോൾ മഹാരാഷ്ട്രയിലും കനത്ത മഴയാണ്. ഉത്തർപ്രദേശിലുണ്ടായ മഴക്കെടുതിയിൽ 24 മണിക്കൂറിനിടെ 54 പേർക്കാണ് ജീവൻ നഷ്ടമായത്. അസമിൽ മരണം 84 പിന്നിട്ടു. കനത്ത മഴയിൽ മുംബൈ നഗരത്തിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. അർജുൻ പീതാംബരനുണ്ട്. അർജുൻ, എത്ര ദിവസം കൂടി ഈ കനത്ത മഴ തുടരും എന്നാണ് മുന്നറിയിപ്പുള്ളത്? പ്രധാനമായിട്ടും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കാലവർഷം ശക്തി പ്രാപിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഹിമാലയൻ മേഖലയിലൊക്കെ തന്നെ. നിലവിൽ ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ സംസ്ഥാനങ്ങളിൽ ഇന്ന് റെഡ് അലേർട്ടാണ്. അടുത്ത 2-3 ദിവസത്തേക്ക് ഓറഞ്ച് അലേർട്ടാണ്. മഴ അടുത്ത ഒരാഴ്ചത്തേക്ക് ശക്തമായി തന്നെ തുടരുമെന്നുള്ളതാണ് നിലവിലുള്ള വിലയിരുത്തൽ. ഈ ശക്തമായിട്ടുള്ള മഴ അതിനെ തുടർന്ന് തന്നെ ഇടിമിന്നൽ അടക്കമുള്ള അപകടങ്ങൾ തുടർന്നാണ് ഇങ്ങനെ മരണം സംഭവിക്കുന്നത്. ഇന്നലെ മാത്രം 43 മരണങ്ങൾ ഇടിമിന്നൽ കാരണം ഉണ്ടായി. 2 മരണങ്ങൾ പാമ്പുകടിയേറ്റാണ്. അതുപോലെ തന്നെ 9 മരണങ്ങളാണ് വെള്ളക്കെട്ടിൽ അകപ്പെട്ടുണ്ടായിരിക്കുന്നത് ഉത്തർപ്രദേശിൽ. അതുപോലെ തന്നെ അസമിൽ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് സ്ഥിതിഗതികൾ കുറച്ച് ഭേദപ്പെട്ടിട്ടുണ്ട്. എന്നാലും ഇപ്പോഴും 14 ലക്ഷത്തിലധികം ആളുകൾ വെള്ളക്കെട്ടിൽ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മരണസംഖ്യ ഇന്നലെ 5 പേർക്ക് ജീവൻ നഷ്ടമായി. ആകെ 84 പേരാണ് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ അസമിൽ മരിച്ചത്. അതിനു പുറമെയാണ് കഴിഞ്ഞ 2 ദിവസമായി വിവരങ്ങൾ നൽകിയത്.